ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു EduPlus അക്കാഡമി. ഇന്ന് നമ്മൾ 10th സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യൽ സയൻസ് റിവിഷൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. അപ്പം നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന 4 ചാപ്റ്റേഴ്സ്: ചാപ്റ്റർ 7 ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ജനകീയ പ്രതിഷേധം, ചാപ്റ്റർ 8 ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം, ചാപ്റ്റർ 9 ഇന്ത്യയുടെ ഭൂപ്രകൃതി, ചാപ്റ്റർ 10 കാലാവസ്ഥ. അപ്പോൾ ഈ ഒരു 4 ചാപ്റ്ററാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ജനകീയ പ്രതിഷേധം എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്യാം. അപ്പോൾ അതിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, 1857 വിപ്ലവം പരാജയപ്പെടാനുള്ള കാരണങ്ങൾ എന്തെല്ലാം? കാരണങ്ങളുണ്ട്. കലാപകാരികളുടെ ഇടയിൽ അവരുടെ ഉദ്ദേശങ്ങൾ ഐക്യമില്ലായിരുന്നു. ബംഗാളിലെ ശിപ്പായിമാർക്ക് മുഗളന്മാരുടെ നഷ്ടപ്രതാപം തിരിച്ചെടുക്കുക എന്ന ചിന്തയായിരുന്നു. താന്തിയ തോപ്പിയും നാനാ സാഹിബും മറാത്തക്കാരുടെ ഭരണം തിരികെ കൊണ്ടുവരാൻ വേണ്ടിയാണ് യുദ്ധം ചെയ്തത്. ഝാൻസി റാണിക്ക് നഷ്ടപ്പെട്ടു പോയ തൻ്റെ രാജ്യം തിരിച്ചു പിടിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. ഉത്തരേന്ത്യയിലും മധ്യ ഇന്ത്യയിലുമായി യുദ്ധം തുടങ്ങി. കാശ്മീർ, പഞ്ചാബ്, സിന്ധ്, രാജ്പുട്ടാന എന്നീ രാജ്യങ്ങൾ യുദ്ധത്തിൽ ചേർന്നില്ല. മദ്രാസ്, ബോംബെ റെജിമെൻറ്റുകളും സിഖുകാരും ബ്രിട്ടീഷുകാരെ സഹായിച്ചു. അഫ്ഗാൻകാരും കൂർക്കുകളും ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു. ഉന്നത മധ്യവർഗത്തിൽപ്പെട്ടവരും ആധുനിക വിദ്യാഭ്യാസം നേടിയവരും വിപ്ലവത്തെ പിന്തുണച്ചില്ല. ഏകീകൃതമായ ഒരു നേതൃത്വം ഈ യുദ്ധത്തിനില്ലായിരുന്നു. പ്രക്ഷോഭകാരികൾക്ക് ആയുധത്തിൻ്റെയും പണത്തിൻ്റെയും കുറവുണ്ടായിരുന്നു. ഉള്ള ആയുധങ്ങൾ പഴയതും കാലഹരണപ്പെട്ടതുമായിരുന്നു. ബ്രിട്ടീഷുകാർക്ക് ആധുനിക ടെലിഗ്രാഫ് സമ്പ്രദായവും കമ്പിത്തപാൽ വഴിയുള്ള ആശയവിനിമയവും ഉണ്ടായിരുന്നതുകൊണ്ട് യുദ്ധം നിയന്ത്രിക്കാൻ എളുപ്പമായിരുന്നു. സമുദ്ര സഞ്ചാരത്തിലുള്ള ഇംഗ്ലീഷുകാരുടെ കഴിവും അവർക്ക് ഇംഗ്ലണ്ടിൽ നിന്നും സഹായങ്ങൾ സമയത്ത് ലഭിച്ചിരുന്നതും ഏകോപനമില്ലാതിരുന്ന ഈ വിപ്ലവത്തിൻ്റെ പരാജയം വേഗത്തിലാക്കി. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? 1857 വിപ്ലവം പരാജയപ്പെടാനുള്ള കാരണങ്ങളാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ എന്താണ്? ഒന്നാമത്, ഒരു ഐക്യമില്ലാതിരുന്ന ഒരു പ്രക്ഷോഭം അല്ലെങ്കിൽ ഒരു വിപ്ലവമായിരുന്നു ഈ ഒരു 1857 ഉണ്ടായിട്ടുള്ള വിപ്ലവം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അവിടെ വിപ്ലവം പരാജയപ്പെടാൻ അതുകൊണ്ട് തന്നെ ഒട്ടനവധി കാരണങ്ങളുണ്ട്. അപ്പം മെയിൻ കാരണം അവരെന്താണ്, ഈ ഒരു കലാപകാരികൾക്കിടയിൽ ഒരു ഉദ്ദേശമോ അല്ലെങ്കിൽ ഒരു ലക്ഷ്യമോ ഒരു ഐക്യബോധമോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കലാപം വൻ ഫ്ലോപ്പായിരുന്നു എന്ന് പറയാം. അപ്പം ഈ ഒരു കലാപകാരികൾക്കിടയിൽ തന്നെ പലർക്കും പല പ്രിഫറൻസ് അല്ലെങ്കിൽ പല ലക്ഷ്യങ്ങളോ ഉദ്ദേശങ്ങളോ ആയിരുന്നു. എല്ലാവർക്കും ഒരു കാര്യമായിരുന്നില്ല അവരുടെ ഉദ്ദേശം. അപ്പോൾ എല്ലാവർക്കും സ്വന്തം താല്പര്യത്തിനു മേലുള്ള ആ ഒരു രീതിയിലാണ് അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇപ്പം ഇവിടെ ഝാൻസി റാണി ഈ ഒരു കലാപത്തിന് വരാൻ കാരണമായത് എന്താണ്? ഝാൻസി റാണിക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള തൻ്റെ രാജ്യം തിരിച്ചു പിടിക്കാനായിരുന്നു അവരുടെ ലക്ഷ്യം. ഓക്കെ, പിന്നെന്താണ്, ഈ മുഗളന്മാരുടെയും അതുപോലെ ബംഗാളിലെ ശിപ്പായിമാർക്കും മുഗളന്മാർക്കൊക്കെ അവർക്ക് നഷ്ടപ്പെട്ടു പോയതിനെ തിരിച്ചെടുക്കാനായിരുന്നു അവരുടെ ചിന്ത. പിന്നെ നാനാ സാഹിബും താന്തിയ തോപ്പിയും മറാത്തക്കാരുടെ ഭരണം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് യുദ്ധം ചെയ്തത്. അങ്ങനെ പലവർക്കും ഡിഫറെൻറ്റ് റീസൺസ് ആയിരുന്നു യുദ്ധത്തിനുണ്ടായത്. പിന്നെന്താണ്, കുറേ രാജ്യങ്ങളൊന്നും ഈ ഒരു യുദ്ധത്തിൽ പങ്കാളികളായിരുന്നില്ല. പിന്നെ എന്തൊക്കെയാണ് കാരണം? പിന്നെ മദ്രാസ്, ബോംബെ റെജിമെൻറ്റുകളൊക്കെ ബ്രിട്ടീഷുകാരെയാണ് സഹായിച്ചിരുന്നത്. കലാപകാരികൾക്ക് അവർ സഹായിച്ചിരുന്നില്ല. പിന്നെ അഫ്ഗാൻകാരും കൂർക്കക്കാരും ബ്രിട്ടീഷുകാർക്കൊപ്പമായിരുന്നു. അപ്പോൾ ബ്രിട്ടീഷിൻ്റെ പിൻബലം വളരെ അധികമായതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു കലാപകാരികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. പിന്നെ കുറേ പേര് വിദ്യാസമ്പന്നരായവരും ആധുനിക വിദ്യാഭ്യാസം നേടിയവരും അതുപോലെ മധ്യവർഗത്തിൽപ്പെട്ടവരും കുറേ പേര് ഈ വിപ്ലവത്തെ എതിർത്തിട്ടുണ്ടായിരുന്നു, പിന്തുണച്ചിരുന്നില്ല. പിന്നെന്താണ്, അതുകൊണ്ട് തന്നെ കുറേ ഏകീകൃതമായിട്ടുള്ളൊരു കോർഡിനേഷനോ കാര്യങ്ങളോ ഒന്നും ഈ യുദ്ധത്തിന് ഉണ്ടായിരുന്നില്ല. കുറേ പേര് സപ്പോർട്ട് ചെയ്യുന്നില്ല, കുറേ പേര് വിപ്ലവത്തിൽ പങ്കാളികളാവുന്നില്ല. പിന്നെ എല്ലാവരും സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ ഒരു വിപ്ലവത്തിന് പങ്കെടുത്തിരുന്നത്. അതുപോലെ പിന്നെ ഇവർക്കാണെങ്കിലും പ്രോപ്പറായിട്ടുള്ള വെപ്പൺസോ അല്ലെങ്കിൽ ആയുധത്തിൻ്റെയോ അല്ലെങ്കിൽ പണത്തിൻ്റെയോ ഒക്കെ കുറവ് പ്രക്ഷോഭകാരികൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ അവരുടെ അടുത്ത് ഉണ്ടായിരുന്നുള്ള ആയുധങ്ങളൊക്കെ പഴയതും കാലഹരണപ്പെട്ട് പോയതൊക്കെയാണ്. പിന്നെ ബ്രിട്ടീഷുകാർ കുറച്ചും കൂടെ എല്ലാ കാര്യത്തിലും കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ആധുനിക ടെലിഗ്രാഫും അതുപോലെ കമ്പി തപാലും വഴിയുള്ള എല്ലാ രീതിയിലുള്ള ആശയവിനിമയവും അതുപോലെ കമ്മ്യൂണിക്കേഷനൊക്കെ അവർക്ക് ആ ഒരു യുദ്ധങ്ങളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എല്ലാ തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ അവർക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. ആ ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ബാക്കിയുള്ള കലാപകാരികളെ ട്രാപ്പിലാക്കാനൊക്കെ ഇവർക്ക് ഈസി ആയിരുന്നു. അപ്പോൾ
പിന്നെ അതുപോലെ ഇംഗ്ലീഷുകാരുടെ കഴിവും ആ ഒരു സമുദ്ര സഞ്ചാരത്തിലുള്ള ഇംഗ്ലീഷുകാരുടെ കഴിവും അതുപോലെ അങ്ങനെയൊക്കെ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഇവർക്ക് സഹായങ്ങൾ, ഇവിടെയുള്ള ബ്രിട്ടീഷുകാർക്ക് സഹായങ്ങൾ ലഭിച്ചതുകൊണ്ട് മറ്റ് നമ്മുടെ കലാപകാരികൾക്ക് ഈ ഒരു കലാപത്തിൽ അല്ലെങ്കിൽ വിപ്ലവത്തിൽ ജയിക്കാനായില്ല, പരാജയപ്പെടാനായിരുന്നു അവരുടെ വിധി. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഒരു പരാജയം അവർക്ക് പെട്ടെന്ന് വേഗത്തിലാക്കി ഈസി ആയിട്ട് അവർ പരാജയപ്പെട്ടു. അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു സംവിധാനമോ ഒരു ഏകീകരണമോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഈ ഒരു 1857 വിപ്ലവം പരാജയപ്പെട്ടത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സന്താൾ വിപ്ലവം, മുണ്ട വിപ്ലവം, ജൈൻഷ്യ ഗാരോ വിപ്ലവം എന്നിവ ചുരുങ്ങിയ വാക്കുകളിൽ എഴുതുക. അപ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ലോങ് എസ്സേ ആയിട്ട് ഇത്രയും വിപ്ലവങ്ങൾ ഡിഫൈൻ ചെയ്യാനോ അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടൊന്ന് എഴുതാനുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെരി ഷോർട്ട് ആൻസറിലോ ഇങ്ങനെ ഏതെങ്കിലും റാൻഡം ആയിട്ട് സന്താൾ വിപ്ലവോ അല്ലെങ്കിൽ മുണ്ട വിപ്ലവോ ജൈൻഷ്യ ഗാരോ വിപ്ലവോ അങ്ങനെ ഏതെങ്കിലും ഒന്നിനെ ഒന്ന് എഴുതാനായിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. സന്താൾ വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണ്? സന്താൾ വർഗ്ഗക്കാർ കേന്ദ്രീകരിച്ചിട്ടുള്ള പ്രദേശത്തിന് സന്താൾ പർഗാന എന്നാണ് പറഞ്ഞിരുന്നത്. വടക്ക് ബീഹാറിലെ ബഗൽപൂർ മുതൽ തെക്ക് ഒറീസ, ജാർഖണ്ഡിലെ ഹസാരിബഗ് മുതൽ ബംഗാളിൻ്റെ അതിർത്തി വരെ ഇത് വ്യാപിച്ചിരുന്നു. മറ്റ് ഗോത്രവർഗ്ഗങ്ങളെ പോലെ സന്താളുകളും തങ്ങളുടെ ജീവിതം നിലനിർത്താൻ വനത്തെയും കാടുകളെയും ആശ്രയിച്ചിരുന്നു. അവർ സ്വന്തം കൃഷിയിടങ്ങളിൽ ജോലി ചെയ്ത് സമാധാനപരമായി ജീവിച്ചിരുന്നു. കച്ചവടക്കാരുടെയും പണം കടം കൊടുക്കുന്നവരുടെയും സെമീന്ദാർമാരുടെയും വരവോടെ ഇവരുടെ സമാധാന ജീവിതം തകർന്നു. സാധനങ്ങൾ കടമായി വാങ്ങാനും വിളവെടുപ്പ് സമയത്ത് വൻ പലിശയോടെ തിരിച്ചു നൽകാനും ഇവർ നിർബന്ധിക്കപ്പെട്ടു. പല കർഷകർക്കും കടം മൂലം വിളകൾ, കലപ്പ, കാളകൾ, ഭൂമി ഉൾപ്പെടെ നൽകേണ്ടി വരികയും പണം കടം നൽകിയവരുടെ അടിമകളായി പണിയെടുക്കേണ്ടി വരികയും ചെയ്തു. അസംതൃപ്തരായ ഗോത്രവർഗ്ഗക്കാർ തങ്ങളുടെ ചൂഷണം ചെയ്യുന്ന ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർക്കും സെമീന്ദാർമാർക്കും പണം കടം കൊടുത്തവർക്കും എതിരെ ആയുധമെടുത്ത് പോരാട്ടം തുടങ്ങി. ഇതാണ് സന്താൾ വിപ്ലവം എന്നറിയപ്പെട്ടത്. ഓക്കെ, എന്താണ് അപ്പം സന്താൾ വിപ്ലവം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ഗോത്രവർഗത്തിൽ പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു വർഗം അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് സന്താൾക്കാർ എന്ന് പറഞ്ഞാൽ. ഈ ഒരു സന്താൾ വർഗ്ഗക്കാരെന്താണ്? ബാക്കിയുള്ള ഗോത്രവർഗ്ഗക്കാരെ പോലെ തന്നെ കാട്ടിലുള്ള സാധനങ്ങളും അതുപോലെ അതൊക്കെ യൂസ് ചെയ്തിട്ടാണ് അവിടെ കൃഷി ചെയ്തിട്ടും ഒക്കെയാണ് അവരുടെ ജീവിതം പുലർത്തിയിട്ടുണ്ടായത്. ഓക്കെ, അവരെന്താണ് ഈ ഒരു കലാപം ഉണ്ടാവാൻ, സന്താൾ കലാപം ആവാൻ അതിന് എന്തൊക്കെയാണ് കാരണങ്ങൾ? കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ തന്നെ ഇവരുടെ ജീവിത രീതി, ലൈഫ് സ്റ്റൈൽ തന്നെ മാറി. എങ്ങനെയായിരുന്നു? ഈ സന്താൾ വർഗ്ഗക്കാർക്ക് കൃഷി ചെയ്യാനുള്ള പൈസ ആരാണ് കൊടുത്തത്? ജമീന്ദാർമാരാണ് കൊടുത്തത്. അങ്ങനെ അവർക്ക് എന്താണ് ഈ ഒരു പൈസ ജമീന്ദാർമാർക്കോ അല്ലെങ്കിൽ അവരുടെ ഭൂ ഉടമകൾക്കോ ഒന്നും ഈ ഒരു പണം തിരികെ കൊടുക്കാൻ അവർക്ക് ആയില്ല. അപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ എന്താക്കി അവരെ ഈ സന്താൾ വർഗ്ഗക്കാരെ ബ്രിട്ടീഷ് പ്രഭുക്കന്മാർ അല്ലെങ്കിൽ സന്താൾ വർഗ്ഗക്കാരെ ഈ ഒരു ഭൂ ഉടമകൾ ജമീന്ദാർമാർ അവരെ അടിമകളാക്കി കൃഷി ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പം അതാണ് ഒരു റീസൺ, സന്താൾ കലാപത്തിലേക്കുള്ള ഒരു റീസൺ. അവരെ അടിമകളാക്കി കൃഷി ചെയ്യിപ്പിച്ചു. അവരുടെ ഭൂമിയിൽ തന്നെ അല്ലെങ്കിൽ കൃഷിഭൂമിക്ക് പാട്ടത്തിന് പകരം അതുപോലെ കൃഷി ചെയ്യാനൊക്കെ പൈസ ആര് കൊടുത്തു? ഈ ഒരു ജമീന്ദാർമാർ അവർക്ക് പണം കൊടുത്തു. പണം കൊടുത്തിട്ട് അവരെ എന്താണ് പട്ടിപ്പണി ചെയ്യിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതൊരു റീസണാണ് സന്താൾ കലാപത്തിലേക്കുള്ള. പിന്നെ എന്താണ് അടുത്തൊരു കാരണം പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ സന്താൾ വർഗ്ഗക്കാർക്ക് എന്താണ് നികുതി ചുമത്താൻ തുടങ്ങി. അപ്പോൾ ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് തന്നെ വളരെ സമാധാനമായി ജീവിച്ചിരുന്ന ആളുകളായിരുന്നു സന്താൾ വർഗ്ഗക്കാർ. അവരുടെ ജീവിതം ഒരു വലിയൊരു ബുദ്ധിമുട്ടിലേക്ക് ഈ ഒരു ജമീന്ദാർമാരും ബ്രിട്ടീഷുകാരും മാറ്റി. അങ്ങനെ അവർ ബ്രിട്ടീഷുകാർക്കെതിരെ കലാപങ്ങളാണ് ഉയർത്തിയത്. ഇതിനെയാണ് നമ്മൾ സന്താൾ കലാപം എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ആ ഒരു റീസണും കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മുണ്ട വിപ്ലവമാണ്. എന്താണ് മുണ്ട വിപ്ലവം? മുണ്ടേക്കൾ മറ്റ് ആദിവാസികൾക്ക് വിരുദ്ധമായി പ്രത്യേക അവകാശങ്ങൾ പരമ്പരാഗതമായി അനുഭവിച്ചിരുന്നു. ബ്രിട്ടീഷുകാർ ഈ പ്രദേശങ്ങളിൽ എത്തുകയും വ്യാപാരികളെയും കോൺട്രാക്ടർമാരെയും ഇവരുമായി ബന്ധപ്പെടുത്തുകയും ചെയ്തതോടെ ഇവരുടെ നാശം തുടങ്ങി. ബ്രിട്ടീഷ് ഭരണാധികാരികൾക്കെതിരെ ബിർമുണ്ടയുടെ നേതൃത്വത്തിൽ വിപ്ലവം തുടങ്ങി. അദ്ദേഹം പാരമ്പര്യമായി ചെയ്തു വരുന്ന പുണ്യവൃക്ഷങ്ങളെ ആരാധിക്കുന്ന സമ്പ്രദായം തുടരാൻ തൻ്റെ ആൾക്കാരെ പ്രോത്സാഹിപ്പിച്ചു. പാഴായി കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുക്കുന്നതിൽ നിന്ന് ബ്രിട്ടീഷുകാരെ തടയാൻ ഈ പ്രവൃത്തി ആവശ്യമായിരുന്നു. ഇവർ ഇംഗ്ലീഷ് ഉദ്യോഗസ്ഥർ, മഹാജൻ എന്നിവരോട് ഏറ്റുമുട്ടി. പോലീസ് സ്റ്റേഷൻ, ക്രിസ്ത്യൻ പള്ളികൾ എന്നിവയും മിഷനറിമാരെയും ആക്രമിച്ചു.
വിപ്ലവം പരാജയപ്പെട്ടുവെങ്കിലും 1908 ചോട്ടാ നാഗ്പൂർ ടെനൻസി ആക്ട് പ്രകാരം കുറച്ച് ഭൂവുടമാവകാശം ആളുകൾക്ക് കൊടുക്കുകയും ആദിവാസികളുടെ അടിമവേല നിരോധിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി എന്താണ് മുണ്ടാ വിപ്ലവം എന്നത് നമുക്കൊന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ജെയിൻഷ്യ ഗാരോ വിപ്ലവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മപുത്ര താഴ്വര ഇന്നത്തെ ആസാം കേട്ടോ, ആസാമിനെയും സിൽഹട്ടി ഇന്നത്തെ ബംഗ്ലാദേശിനെയും ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു റോഡ് നിർമ്മിക്കണമെന്ന് ബ്രിട്ടീഷുകാർ ആഗ്രഹിച്ചു. അപ്പോൾ ഇന്ത്യയുടെ വടക്കുകിഴക്കൻ ഭാഗങ്ങളായ ജെയിൻഷ്യയെയും ഗാരോയെയും ഇന്നത്തെ മേഘാലയയാണ് പറയുന്നത് ഈ റോഡ് നിർമ്മാണത്തെ എതിർത്തു. ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ സഞ്ചാര സൗകര്യം വർദ്ധിക്കണമെന്ന കാരണത്താലാണ് റോഡ് പണിയെ എതിർത്തത്. 1827 ജെയിൻഷ്യക്കാർ റോഡ് പണി അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് തന്നെ അയലത്തുള്ള ഗാരോ കുന്നുകളിലേക്ക് ഈ അസ്വസ്ഥത പടർന്നു. പരിഭ്രാന്തരായ ബ്രിട്ടീഷുകാർ ഈ ഗ്രാമങ്ങളിൽ തീയിട്ട് ധാരാളം പേരെ കൊന്നു. ഈ മേഖലകളിലുള്ളവർക്ക് വീട്ടുനികുതിയും വരുമാന നികുതിയും കൂടി നടപ്പിലാക്കിയതോടെ ബ്രിട്ടീഷുകാരോടുള്ള ശത്രുത വർദ്ധിക്കുകയും പ്രക്ഷോഭങ്ങൾക്ക് തുടക്കം കുറിക്കുകയും ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ ഒരു ജെയിൻഷ്യ ഗാരോ വിപ്ലവം എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? നമ്മുടെ ബ്രഹ്മപുത്ര താഴ്വരയെയും സിൽഹട്ടിയെയും ബന്ധിപ്പിച്ചു കൊണ്ടിട്ട് ഒരു റോഡ് നിർമ്മിക്കണമെന്ന് ബ്രിട്ടീഷുകാർ ഒരു പ്ലാൻ കൊണ്ടുവന്നു. പക്ഷേ അത് ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളായിട്ടുള്ള ജെയിൻഷ്യ ഗാരോ എന്ന് പറയുന്ന നമ്മുടെ ഈ ഒരു മേഘാലയക്കാർ ഈ ഒരു റോഡ് നിർമ്മാണത്തെ എതിർക്കുകയും ബ്രിട്ടീഷ് പട്ടാളത്തിന് വേണ്ടിയിട്ടാണ് അവരുടെ ഗതാഗതമോ അല്ലെങ്കിൽ സഞ്ചാര സൗകര്യം വർദ്ധിക്കണം എന്ന കാരണത്താലാണ് അവർ റോഡ് പണിയെ എതിർത്തിട്ടുണ്ടായത്. അത് 1827 നമ്മുടെ ജെയിൻഷ്യക്കാർ റോഡ് പണി അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ ആ ഒരു പ്രക്ഷോഭം പെട്ടെന്ന് തന്നെ ഈ ഒരു ഗാരോ കുന്നുകളിലേക്ക് ഒരു വലിയൊരു പ്രശ്നമായിട്ട് അത് മാറുകയും അത് ബ്രിട്ടീഷുകാർക്ക് ഒരു അസ്വസ്ഥരായിട്ട് ഈ ഒരു ഗ്രാമങ്ങളെയൊക്കെ അവർ തീയിട്ടിട്ട് കുറേ പേരെ കൊന്നൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെയാണ് ഈ ഒരു പ്രക്ഷോഭത്തിലോട്ട് ഉടലെടുത്തത്. പക്ഷേ ഈ ഒരു പ്രക്ഷോഭം കുറച്ചും കൂടി ഒന്ന് സ്ട്രോങ് ആയിട്ട് അതൊരു വിപ്ലവമായി മാറിയത് എപ്പോഴാണ്? ഈ മേഖലകളിലുള്ളവർക്ക് ഈ ഒരു റോഡ് പണിയൊക്കെ എതിർത്ത ആളുകൾക്ക് ഈ ഒരു ബ്രിട്ടീഷുകാർ കൊടുത്ത പണിയാണ് അവർക്ക് കൂടുതൽ നികുതി, വീടിന് നികുതി ചെലുത്തി, അതുപോലെ തന്നെ അവരുടെ വരുമാനത്തിനും അതുപോലെ വീട്ടുനികുതിയും ഒക്കെ കൂട്ടി. അങ്ങനെ ഇതിങ്ങനെ കൂട്ടിയതോടെ ഈ ഒരു ടാക്സ് അല്ലെങ്കിൽ ഈ ഒരു നികുതി സമ്പ്രദായം കൂട്ടിയതോടെ ബ്രിട്ടീഷുകാരോടുള്ള ശത്രുത ഈ അവിടുത്തെ ആളുകൾക്ക് വർദ്ധിക്കുകയും അതാണ് ഒരു പ്രക്ഷോഭമായിട്ട് മാറുകയും ചെയ്തത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1857 വിപ്ലവങ്ങളിലേക്ക് നയിച്ച രാഷ്ട്രീയവും മതസാമൂഹിക ഘടകങ്ങളും വിശദമാക്കുക. അപ്പോൾ എന്താണ് 1857 വിപ്ലവങ്ങളിലേക്ക് നയിച്ചിട്ടുള്ള രാഷ്ട്രീയവും മതപരമായ സാമൂഹിക ഘടകങ്ങളും എന്ന് നോക്കാം. ബ്രിട്ടൻ്റെ കോളനി ഭരണത്തിനെതിരായി ഇന്ത്യയിലെമ്പാടും കടുത്ത പ്രതിഷേധവും അതൃപ്തിയും നിലനിന്നിരുന്നു. ഇത് പെട്ടെന്നൊരു വിപ്ലവത്തിലേക്ക് നയിക്കാൻ നിരവധി കാരണങ്ങളാണ്. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. രാഷ്ട്രീയ കാരണങ്ങളാണ് ഫസ്റ്റ് വരുന്ന പോയിന്റ് എന്ന് വെച്ചാൽ ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കൽ നയം വഴി കോളനികൾ വർദ്ധിച്ചുകൊണ്ടിരുന്നത് ഇന്ത്യൻ ഭരണാധികാരികളിൽ അസംതൃപ്തി ഉണ്ടാക്കി. ദത്താപഹാര നയം, സഹായ സഖ്യം എന്നിവയിൽ കൂടി അനവധി സ്വതന്ത്ര രാജ്യങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർത്തു. അതോടെ രാജാക്കന്മാർക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെൻഷൻ ലഭിക്കാതെയായി. ഡൽഹൌസി പ്രഭു, സത്താറ, നാഗ്പൂർ തുടങ്ങിയ മറാത്ത രാജ്യങ്ങളും ഝാൻസിയും മറ്റു ധാരാളം രാജ്യങ്ങളും പിടിച്ചടക്കി. ബ്രിട്ടൻ്റെ കൂട്ടിച്ചേർക്കൽ നയം ഭരണാധികാരികളെ മാത്രമല്ല സൈനികർ, കൈവേലക്കാർ, കുലീനർ എന്നിവരെ എല്ലാവരെയും ബാധിച്ചു. ആയിരക്കണക്കിന് ജമീന്ദാർമാർ, പോളിഗമർ എന്നിവർക്ക് ഭൂമിയിലുള്ള നിയന്ത്രണവും അവയിൽ നിന്നുള്ള വരുമാനവും നഷ്ടമായി. ബ്രിട്ടനോട് കൂറ് പുലർത്തിയിരുന്ന നവാബിൻ്റെ രാജ്യമായ ഔധ് ഭരണക്കഴിവില്ലായ്മ ആരോപിച്ച് പിടിച്ചെടുത്തതും ബ്രിട്ടീഷുകാരോടുള്ള അതൃപ്തി വർദ്ധിച്ചു. അതാണ് ആദ്യത്തെ രാഷ്ട്രീയ കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇത് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെ വായിച്ചിട്ട് മനസ്സിലാക്കുക കേട്ടോ. അപ്പം 1857 വിപ്ലവങ്ങളിലേക്ക് നയിച്ചിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു കാരണം ഈ ഒരു രാഷ്ട്രീയ കാരണമാണ്. അതിൽ എന്തൊക്കെയാണ് പറയുന്നത്? ബ്രിട്ടീഷുകാർ പിടിച്ചെടുക്കൽ നയം വഴി കുറേ കോളനികളെയൊക്കെയാണ് പിടിച്ചടക്കിയത്. അങ്ങനെ പിന്നെ അവർ കുറേ നയങ്ങൾ കൊണ്ടുവന്നു. ദത്താപഹാര നയം, സഹായ സഖ്യം എന്നിവയിലൊക്കെ കുറേ രാജ്യങ്ങൾ ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടൊക്കെ കൂട്ടിച്ചേർത്തു. അതൊക്കെയാണ് ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാരണങ്ങൾ. നെക്സ്റ്റ് സാമ്പത്തിക കാരണങ്ങൾ എന്ന് പറയുമ്പം
പാരമ്പര്യാധിഷ്ഠിതമായ ഇന്ത്യൻ സമ്പദ്ഘടനയെ അലങ്കോലപ്പെടുത്തി അതിനെ ബ്രിട്ടീഷ് സമ്പദ്ഘടനയുടെ വരുതിയിലാക്കിയത് വിപ്ലവത്തിന് മറ്റൊരു പ്രധാന കാരണമാണ്. ആ ഒരു സാമ്പത്തിക കാരണം കേട്ടോ. അപ്പോൾ എന്താണ് അവരെന്താ ചെയ്തത്? ഇന്ത്യൻ സമ്പദ്ഘടനയെ മറിച്ച് അതിനെ ബ്രിട്ടീഷ് സമ്പദ്ഘടനയുടെ വരുതിയിലാക്കാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചു. അതായിരുന്നു പ്രധാന ഒരു കാരണം, സാമ്പത്തിക കാരണങ്ങൾ എന്ന് പറയുന്നതിൽ കേട്ടോ. നെക്സ്റ്റ് മതസാമൂഹിക കാരണങ്ങൾ. മതസാമൂഹിക കാരണങ്ങൾ എന്ന് പറയുന്നത് സതി സമ്പ്രദായം, പെൺശിശു ഹത്യ, വിധവ പുനർവിവാഹ നിഷേധം, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകാതിരിക്കൽ തുടങ്ങിയ അനാചാരങ്ങൾക്കെതിരായ സാമൂഹിക പരിഷ്കരണങ്ങൾ ആളുകളിൽ അസന്തുഷ്ടി ഉണ്ടാക്കി. അത് ക്രിസ്ത്യൻ മിഷണറിമാർ സ്കൂളുകളും കോളേജുകളും ഒക്കെ ആരംഭിച്ചത് ആളുകളിൽ സംശയമുണ്ടാക്കി. ഈ ഒരു മിഷണറിമാർ സർക്കാരുമായി ചേർന്ന് അവരുടെ മതം നശിപ്പിക്കാനും ക്രിസ്തുമതത്തിലേക്ക് പരിവർത്തനം ചെയ്യിക്കാനുമാണെന്ന് ആളുകൾ വിശ്വസിച്ചു. അപ്പോൾ ഹിന്ദു ശിപ്പായിമാരോട് തങ്ങളുടെ നെറ്റിയിലെ ജാതി ചിഹ്നം കാണിക്കുന്ന അടയാളങ്ങൾ കളയണമെന്നും മുസ്ലിം ശിപ്പായിമാരോട് അവരുടെ താടി വടിക്കണമെന്നും ബ്രിട്ടീഷുകാർ ആവശ്യപ്പെട്ടു. അപ്പോൾ ശിപ്പായിമാരുടെ എതിർപ്പിന് കാരണമായി കടൽ കടന്നു പോകുന്നത് മതവിശ്വാസത്തിനെതിരായിരുന്നു എന്ന് ശിപ്പായിമാരോട് കടൽ കടന്നു പോയി ദൂരെയുള്ള നാടുകളിൽ ജോലി ചെയ്യാൻ നിർദ്ദേശിച്ചതും ശിപ്പായിമാരെ ചൊടിപ്പിച്ചു. അങ്ങനെ മതപരമായിട്ടുള്ള ഇത്തരം കാരണങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തോടുള്ള എതിർപ്പിന് വഴിതെളിച്ചു. ഓക്കെ, അതാണ് രാഷ്ട്രീയ കാരണവും മതപരമായിട്ടുള്ള കാരണവും കേട്ടോ. നെക്സ്റ്റ് എന്താണ്? സൈന്യത്തിലെ അതൃപ്തി. സൈന്യത്തിലെ അതൃപ്തി എന്ന് പറഞ്ഞാൽ സുബോധാർ പദവിക്ക് മുകളിലുള്ള ഒരു സ്ഥാനം ഇന്ത്യൻ പട്ടാളക്കാർക്ക് കൊടുത്തിരുന്നില്ല. ചില സൈനികർ കടൽ കടന്നുള്ള സേവനത്തിന് സ്പെഷ്യൽ ബത്ത ആവശ്യപ്പെട്ടു. പക്ഷേ പലപ്പോഴും ഈ ബത്ത സൈനികർക്ക് നൽകിയില്ല. ഇന്ത്യൻ പട്ടാളക്കാർക്ക് അവരോടൊപ്പം സമനിലയിൽ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷുകാരേക്കാൾ കുറഞ്ഞ ശമ്പളമാണ് നൽകിയിരുന്നത്. അപ്പോൾ അവിടെയും ആ ഒരു വേർതിരിവ്, ആ ഒരു ജോലിയിലും ഒക്കെ എന്താണ് വേർതിരിവ് ഉണ്ടായിരുന്നു. നമ്മുടെ ഇന്ത്യൻ സൈന്യത്തിന് എന്താണ് വളരെ ബുദ്ധിമുട്ടിലാണ് ബ്രിട്ടീഷുകാർ ട്രീറ്റ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ മതപരമായിട്ടുള്ള പല വിലക്ക് കൊണ്ടോ അതുപോലെ സമുദ്രം താണ്ടിയുള്ള സേവനത്തിന് തയ്യാറാകാതിരുന്ന ശിപ്പായിമാരോടൊക്കെ എന്താണ് അവർ വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത്. ഈ ഒരു ബ്രിട്ടീഷുകാർ ഇങ്ങനെ വളരെ എന്താണ് കടുത്ത ശിക്ഷകൾ നൽകിയിട്ടും കടുത്ത പ്രശ്നങ്ങളായിരുന്നു ഈ ഒരു ഇന്ത്യൻ സൈനികരോട് അവർ പെരുമാറിയിരുന്നത്. അവർ പറയുന്നതൊന്നും കേട്ടിട്ടില്ലെങ്കിൽ അവർ വളരെ നല്ല രീതിയിൽ അവരെ കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം എന്താണ് സൈനികരിൽ വലിയ എതിർപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ് പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ 1856 പഴയ തോക്കുകൾ പിൻവലിച്ച് പുതിയ എൻഫീൽഡ് തോക്കുകൾ സൈനികർക്ക് നൽകി. ഈ തോക്കുകളിൽ ഉപയോഗിക്കേണ്ട തിരികൾ പൊതിഞ്ഞിരുന്ന കൊഴുപ്പാർന്ന കടലാസ് കടിച്ചുകീറി വേണമായിരുന്നു തോക്കുകളിൽ ഉപയോഗിക്കുവാൻ. ഈ തിരികളിൽ ഉപയോഗിച്ചിരുന്ന കൊഴുപ്പ് പശുക്കളിൽ നിന്നും പന്നികളിൽ നിന്നുമുള്ള കൊഴുപ്പാണെന്ന പ്രചരണം സൈനികരിൽ വലിയ പ്രതിഷേധമുണ്ടാക്കി. അപ്പം പശുക്കൾ ഹിന്ദുക്കൾക്ക് വിശുദ്ധ മൃഗമായിരുന്നു, പന്നികൾ മുസ്ലിങ്ങൾക്ക് വർജ്യവുമായിരുന്നു. അപ്പോൾ കൊഴുപ്പ് പുരട്ടിയ തിരികൾ നൽകിയത് സൈനികരുടെ മതവികാരം വ്രണപ്പെടുത്താൻ മനഃപൂർവ്വം നൽകിയതാണെന്ന ചിന്ത സൈനികരിൽ ശക്തമായി. അതോടെ 1857 മാർച്ച് 29 ശിപ്പായിമാരുടെ കലാപം പൊട്ടിപ്പുറപ്പെട്ടു. ഇത് പിന്നീട് എല്ലാ മേഖലകളിലും വലിയ വിപ്ലവത്തിലേക്ക് വഴിതെളിച്ചു. അപ്പോൾ അതൊക്കെയാണ് ആ ഒരു കാരണങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യം ക്ലാസ് മൊത്തം കണ്ടതിന് ശേഷം വേണം കേട്ടോ ഈ ഒരു റിവിഷൻ അറ്റംപ്റ്റ് ചെയ്യാൻ. ഈ റിവിഷൻ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് സാമ്പിൾ ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പം നിങ്ങളിത് കണക്ട് ചെയ്തിട്ട് വേണം പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിപ്പം റിവിഷൻ ആയതുകൊണ്ട് സ്പീഡായിട്ട് എടുത്തിട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാന്ധിജിയുടെ ആഫ്രിക്കയിലെ സത്യാഗ്രഹത്തിൻ്റെ പ്രാധാന്യം എന്ത്? നോക്കുക, ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയെ ഉലച്ചു. ആരുടെ? ഗാന്ധിജിയുടെ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരോടുള്ള ബ്രിട്ടീഷുകാരുടെ ഒരു പെരുമാറ്റം അദ്ദേഹത്തിൻ്റെ മനസ്സാക്ഷിയെ ഉലച്ചു. ദക്ഷിണാഫ്രിക്കൻ സർക്കാരിൻ്റെ വർണ്ണവിവേചന നയത്തിനെതിരായി പോരാടണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. വർണ്ണവിവേചനത്തിനെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ പ്രക്ഷോഭത്തിനിടയിൽ ഒരു പുതിയ സമര സമ്പ്രദായം അദ്ദേഹം രൂപപ്പെടുത്തി. അതാണ് സത്യാഗ്രഹം. ദക്ഷിണാഫ്രിക്കയിൽ അദ്ദേഹത്തിൻ്റെ സമരം വിജയിച്ചു. അപ്പം ഗാന്ധിജിയെ എന്തായിരുന്നു റീസൺ? ഗാന്ധിജിക്ക് ആഫ്രിക്കയിലെ സത്യാഗ്രഹത്തിൻ്റെ ആ ഒരു ഇതിലുള്ള പ്രാധാന്യം എന്താണ്?
അപ്പോൾ ദക്ഷിണാഫ്രിക്കയിലൊക്കെ ഉണ്ടായിരുന്ന ഇന്ത്യക്കാരോട് ബ്രിട്ടീഷുകാർ വളരെ ക്രൂരമായിട്ടാണ് പെരുമാറിയത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിന് എന്താണ് അത് വളരെയധികം വിഷമമുണ്ടാക്കി. അങ്ങനെ ദക്ഷിണാഫ്രിക്കൻ സർക്കാരിൻ്റെ ഈ ഒരു വർണ്ണവിവേചനത്തിനെതിരായിട്ട് പോരാടാൻ ഗാന്ധിജി തീരുമാനിച്ചു. അങ്ങനെ ഈ ഒരു വർണ്ണവിവേചനം അദ്ദേഹത്തിൻ്റെ പ്രക്ഷോഭത്തിനിടയിൽ അദ്ദേഹം എന്താണ് ഒരു സത്യാഗ്രഹ സമരം അദ്ദേഹം എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു സത്യാഗ്രഹം രൂപപ്പെടുത്തിയതെന്നാണ് പറയുന്നത്. അത് ഈ ഒരു ദക്ഷിണാഫ്രിക്കയിൽ എന്താണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു സമരം വിജയിക്കുകയും ആ ഒരു വർണ്ണവിവേചനത്തിനൊക്കെ എത്രയോ മാറ്റം സംഭവിക്കുകയും ചെയ്തു. അതാണ് ഒരു ഗാന്ധിജിക്ക് ആ ഒരു ആഫ്രിക്കയിലുള്ള സത്യാഗ്രഹത്തിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദണ്ഡി മാർച്ച് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ചത് എന്തുകൊണ്ടായിരുന്നു? ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ദണ്ഡി മാർച്ച് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ച കാരണം എന്തായിരുന്നു? ഉപ്പിൻ്റെ മേലെ ബ്രിട്ടീഷുകാർ നികുതി ചുമത്തി. ഇത് ജനം എതിർത്തു. പക്ഷെ ഗവൺമെൻറ്റിൻ്റെ നിലപാടിൽ മാറ്റമുണ്ടായിരുന്നില്ല. 1930 മാർച്ച് 12 ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗുജറാത്തിലെ ദണ്ഡി തീരത്തേക്ക് ഒരു മാർച്ച് നടത്തി. 1930 ഈ ഒരു വർഷങ്ങൾ ആലോചിച്ച് വെക്കുക കേട്ടോ. 1930 ഏപ്രിൽ 6 ദണ്ഡിയിൽ എത്തിയ അദ്ദേഹം നിയമം ലംഘിച്ച് ഉപ്പുണ്ടാക്കി. ഈ സമരത്തിൽ കൃഷിക്കാര്, കച്ചവടക്കാര്, സ്ത്രീകൾ എന്നിവർ വൻതോതിൽ പങ്കെടുത്തു. അപ്പോൾ ഗാന്ധിജിയെ 1930 മെയ്യിൽ അറസ്റ്റ് ചെയ്ത പൂനെയിലെ യർവാദ ജയിലിൽ അടച്ചു. ഗാന്ധിജിയുടെ അറസ്റ്റ് അദ്ദേഹത്തെ സമരത്തിൻ്റെ സജീവ നേതൃത്വത്തിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിഞ്ഞു. ഇന്ത്യൻ സ്വാതന്ത്ര്യത്തോടുള്ള ബ്രിട്ടീഷ് മനോഭാവത്തിന് മാറ്റമുണ്ടാക്കാൻ ഉപ്പ് സത്യാഗ്രഹം മുഖ്യമായ പങ്കുവഹിച്ചു. 1931 ഗാന്ധി ഇർവിൻ ഉടമ്പടി അതിൻ്റെ ഉദാഹരണങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതായിരുന്നു ഗാന്ധിജിയുടെ ദണ്ഡി മാർച്ചിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഉപ്പിൻ്റെ മേൽ ബ്രിട്ടീഷുകാർ നികുതി ചുമത്തിയതോടെയാണ് അത് ജനങ്ങൾ എതിർത്തത് മൂലം ആണ് ഈ ഒരു ഗാന്ധിജി ഈ ഒരു പ്രക്ഷോഭത്തിലോട്ട് ഇറങ്ങിയത്. ഗാന്ധിജി അദ്ദേഹത്തിന് എവിടെയായിരുന്നു? സബർമതി ആശ്രമത്തിൽ നിന്ന് അദ്ദേഹം ഗുജറാത്തിൽ ഉണ്ടായിരുന്ന ദണ്ഡി തീരത്തേക്കാണ് ഒരു മാർച്ച് നടത്തിയത് കേട്ടോ. അത് എപ്പോഴാണ്? 1930 ഏപ്രിൽ 6 ദണ്ഡിയിലെത്തിയത്. അദ്ദേഹം എന്താണ് ഈ ഒരു നിയമം ലംഘിച്ചിട്ട് അവിടെ എന്ത് ചെയ്തു? അവിടെ ഉപ്പുണ്ടാക്കിയിട്ട് അദ്ദേഹം പ്രതിഷേധിച്ചു. അപ്പോൾ ആ ഒരു ഗാന്ധിജീനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സമരത്തിൽ എല്ലാവരും പങ്കാളികളായിരുന്നു. കൃഷിക്കാരും, കച്ചവടക്കാരും, സ്ത്രീകളും, കുട്ടികളും എല്ലാവരും പങ്കെടുത്തിട്ട് ആ ഒരു മാർച്ചിലേക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതെന്താണ്? ഗാന്ധിജീനെ അതിനുശേഷം 1930 മെയ്യിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. എന്നിട്ട് എവിടെയാണ് അടച്ചത്? യർവാദ എന്ന് പറഞ്ഞ ജയിലിലാണ് അടച്ചത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു ജയിൽവാസത്തിന് ശേഷം അദ്ദേഹം ഈ ഒരു സമരത്തിൻ്റെ സജീവ നേതൃത്വത്തിൽ നിന്ന് അദ്ദേഹത്തിനെ മാറ്റി നിർത്താൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഒരു ബ്രിട്ടീഷ് മനോഭാവത്തിന് മാറ്റമുണ്ടാക്കാൻ ഉപ്പ് സത്യാഗ്രഹം എന്താണ് മുഖ്യമായിട്ടുള്ളൊരു പങ്ക് വഹിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 1931 ഗാന്ധിജി ഈ ഒരു ഇർവിൻ ഉടമ്പടി അതിൻ്റെ ഒരു ഉദാഹരണമാണെന്ന് പറയാം. ഈ ഒരു ബ്രിട്ടീഷ് നയത്തിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് മനോഭാവത്തിൻ്റെ മാറ്റത്തിന് കാരണമായിട്ടുള്ളൊരു ഉടമ്പടിയാണ് ഈ ഒരു ഇർവിൻ ഉടമ്പടി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിൻറോ മോർലി ഭരണപരിഷ്കാരങ്ങൾ വിശദീകരിക്കുക. അപ്പോൾ എന്താണ് മിൻറോ മോർലി ഭരണപരിഷ്കാരം? ബ്രിട്ടീഷ് ഗവൺമെൻറ് 1909 ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയിട്ടുണ്ട്. അന്നത്തെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിരുന്നു മോർലി പ്രഭുവിൻ്റെയും വൈസ്രോയി ആയിരുന്ന മിൻറ്റോ പ്രഭുവിൻ്റെയും പേരുകൾ ചേർത്തിട്ടാണ് മിൻറ്റോ മോർലി പരിഷ്കാരം എന്ന നിയമം അറിയപ്പെട്ടത് കേട്ടോ. ഈ നിയമം മൂലം അസംബ്ലിയിലെ ഇന്ത്യൻ പ്രാതിനിധ്യം 16 നിന്നും 60 ഉയർത്തി. കുറച്ച് തിരഞ്ഞെടുക്കപ്പെടാത്ത അംഗങ്ങളെ കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിരുന്നു. നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളുടെ എണ്ണം വർദ്ധിച്ചുവെങ്കിലും അവർക്ക് പ്രത്യേകിച്ച് അധികാരങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതാണ് മിൻറോ മോർലി പരിഷ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ ആരാണ്? 1909 ഉണ്ടായ ചില പരിഷ്കാരങ്ങൾ ഈ ബ്രിട്ടീഷ് ഗവൺമെൻറ് നടപ്പിലാക്കിയിരുന്നു. അന്നുണ്ടായിരുന്ന സെക്രട്ടറിയുടെ പേരാണ് മോർലി. അതുപോലെ വൈസ്രോയി ആയിരുന്ന മിൻറ്റോ പ്രഭുവിൻ്റെയും പേരുകൾ ചേർത്തിട്ടാണ് ഈ ഒരു മിൻറ്റോ മോർലി പരിഷ്കാരം ഉടലെടുത്തത് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ദേശീയതയുടെ ഉദയം വിശദീകരിക്കുക. അപ്പോൾ ഇന്ത്യൻ ദേശീയതയുടെ ഉദയം എന്താണ്? ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നോക്കാം. 19ാം നൂറ്റാണ്ടിലാണ് ദേശീയ ഐക്യം, ദേശീയബോധം എന്നീ ആശയങ്ങൾ ഉയർന്നു വന്നത്. ഏത് നൂറ്റാണ്ടിലാണ്? 19ാം നൂറ്റാണ്ടിലാണ് ദേശീയ ഐക്യവും ദേശീയബോധവും ഈ രണ്ട് ആശയങ്ങളും ഉയർന്നു വന്നത്. കൊളോണിയൽ വിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ ഒരു ആശയത്തിൻ്റെ വളർച്ച കേട്ടോ. അത് സാമൂഹിക, സാമ്പത്തിക, രാഷ്ട്രീയ ഘടകങ്ങൾ ദേശീയ ഐക്യം നേടാൻ ജനങ്ങളെ പ്രചോദിപ്പിച്ചു. അതുപോലെ കോളനി ഭരണം വിവിധ മർദ്ദിത വിഭാഗങ്ങളിൽ തമ്മിൽ ബന്ധമുണ്ടാക്കുവാനും
വിവിധ മർദ്ദിത വിഭാഗങ്ങളിൽ ഒപ്പം ഒരുമിപ്പിക്കാനും സഹായിച്ചു. പിന്നെ കൊളോണിയലിസത്തിൻ്റെ ഫലം അനുഭവപ്പെട്ടത് ഓരോ മർദ്ദിത വിഭാഗത്തിനും വ്യത്യസ്ത രീതിയിലായിരുന്നു. ബ്രിട്ടൻ്റെ പല നിയമങ്ങളും രാഷ്ട്രീയവും ഭരണപരവുമായ ഐക്യമുണ്ടാക്കാൻ കാരണമായി. ഇത് ഇന്ത്യക്കാർക്ക് ഒരു രാഷ്ട്രം എന്ന ചിന്തയുണ്ടായി. അപ്പോൾ ഈ ഒരു ബ്രിട്ടൻ്റെ പല നിയമങ്ങളും രാഷ്ട്രീയവും അവരുടെ ഭരണപരവുമായിട്ടുള്ള ഐക്യമൊക്കെ ഉണ്ടാക്കാൻ ഇത് കാരണമായി. എന്താണ്, എല്ലാ വിഭാഗങ്ങളും നമ്മുടെ കോളനി ഭരണം വിവിധ മർദ്ദിത വിഭാഗങ്ങൾ തമ്മിലൊക്കെ ബന്ധം ഉണ്ടാക്കുവാനും അതുപോലെ വിവിധ വിഭാഗങ്ങൾ ഒരുമിപ്പിക്കാനും ഒക്കെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കൊളോണിയലിസത്തിൻ്റെ ഫലം അനുഭവപ്പെട്ടത് എന്താണ്, ഓരോ മർദ്ദിത വിഭാഗത്തിനും എന്താണ് വ്യത്യസ്ത രീതിയിലാണ്. അപ്പോൾ ബ്രിട്ടൻ്റെ പല നിയമങ്ങളും രാഷ്ട്രീയവും ഭരണവുമായിട്ടുള്ള ഐക്യമൊക്കെ ഉണ്ടാക്കാൻ ഇത് കാരണമായി. ഇത് ഇന്ത്യക്കാർക്ക് ഒരു രാഷ്ട്രം എന്ന ചിന്ത ഉണ്ടായി. അതാണ് ഇന്ത്യൻ ദേശീയതയുടെ ഒരു ഉദയം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം 19-ാം നൂറ്റാണ്ടിലാണ് ദേശീയ ഐക്യവും ദേശീയബോധം എന്നീ ആശയങ്ങളൊക്കെ ഉയർന്നു വന്നത് കേട്ടോ. അപ്പോൾ കൊളോണിയൽ വിരുദ്ധ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇതിനെ വളർച്ച എന്നും കൂടെ ഓർത്ത് വെക്കുക. അപ്പോൾ അതിലൂടെയാണ് നമ്മുടെ ദേശീയബോധം അല്ലെങ്കിൽ ദേശീയതയുടെ ഒരു ഉദയം നമുക്ക് ഉണ്ടായത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നൽകിയ സംഭാവനകൾ എന്തെല്ലാമാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം നൽകിയ സംഭാവന? ബ്രിട്ടൻ ഇന്ത്യയുടെ ആവശ്യം നിർബന്ധമായി അംഗീകരിക്കുകയോ അല്ലാത്ത പക്ഷം ഇന്ത്യ വിടുകയോ ചെയ്യണമെന്ന് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആവശ്യപ്പെട്ടു. അപ്പോൾ എന്താണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ആവശ്യപ്പെട്ടത്? ബ്രിട്ടൻ ഇന്ത്യയുടെ ആവശ്യം നിർബന്ധമായിട്ട് അംഗീകരിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യ വിടുകയോ ചെയ്യണമെന്നൊരു കണ്ടീഷൻ ഗാന്ധിജി മുന്നോട്ട് വെച്ചു. അതിലൂടെ ഇന്ത്യൻ കോൺഗ്രസിലൂടെ ആവശ്യപ്പെട്ടു. അങ്ങനെ വാർധയിൽ നടന്ന കോൺഗ്രസ് പ്രവർത്തക സമിതി 1942 ജൂലൈ 11 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കി. എന്നാണ് ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്? അത് നിങ്ങൾക്ക് MCQ ക്വസ്റ്റ്യൻ ആയിട്ടൊക്കെ വരാം കേട്ടോ. 1942 ജൂലൈ 14 ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസ്സാക്കിയത്. അത് ഓഗസ്റ്റ് 8 കോൺഗ്രസിൻ്റെ ബോംബെ സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെടുകയും ഓഗസ്റ്റ് 8 കോൺഗ്രസ് പ്രതിനിധികളെ സംബോധന ചെയ്തുകൊണ്ട് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞു: എനിക്കതിനാൽ ഉടൻ തന്നെ സ്വാതന്ത്ര്യം വേണം, കഴിയുമെങ്കിൽ ഈ രാത്രി പുലരും മുൻപേ എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് ഗാന്ധിജി പറഞ്ഞു. അപ്പോൾ പൂർണ്ണ സ്വാതന്ത്ര്യത്തിൽ കുറഞ്ഞ ഒന്നിനാലും ഞാൻ തൃപ്തിയടയാൻ പോകുന്നില്ല. ഇതാ ഒരു ചെറിയ മന്ത്രം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ഇത് നിങ്ങളുടെ ഹൃദയത്തിൽ കൊത്തിവയ്ക്കുക. ഓരോ ശ്വാസത്തിലും അത് പ്രകാശിപ്പിക്കുക. ആ മന്ത്രം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നതാണ്. അപ്പോൾ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നാണ് ഗാന്ധിജി ആഹ്വാനം ചെയ്തത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് ഇന്ത്യയെ സ്വതന്ത്രമായേക്കാം, അല്ലെങ്കിൽ ആ ശ്രമത്തിൽ മരിച്ചു വീഴാം. അടിമത്തത്തിൻ്റെ നിലനിൽപ്പ് കാണാൻ നാം ജീവിച്ചിരിക്കരുത്. ഗാന്ധിജിയുടെ വാക്കുകളിൽ ആവേശം കൊണ്ട കോൺഗ്രസ് പ്രവർത്തകർ ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം ഔപചാരികമായി തുടങ്ങും മുമ്പേ കോൺഗ്രസിൻ്റെ എല്ലാ പ്രമുഖ നേതാക്കളെയും 1942 ഓഗസ്റ്റ് 9 പുലരും മുൻപേ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു കേട്ടോ. അപ്പോൾ അതോടെ എന്താണ്, രാജ്യമെങ്ങും ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർ കുറിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് അധികാരത്തെ സൂചിപ്പിക്കുന്ന സർക്കാർ കെട്ടിടങ്ങളും പോലീസ് സ്റ്റേഷനുകളും തപാൽ ഓഫീസുകളും അവരൊക്കെ തീ വെച്ചിട്ടുണ്ടായിരുന്നു ഒരു കോൺഗ്രസ്സുകാർ. അങ്ങനെ റെയിൽവേയും ടെലിഗ്രാഫുകളും തകർത്തു. UP-യിലെ ബാലിയ, പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂർ, ബോംബെയിലെ സതാറ എന്നിവിടങ്ങളിലൊക്കെ സമരം ഏറെക്കുറെ അക്രമാസക്തമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചരിത്രപ്രധാനമായ ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായിരുന്നു ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനം എന്ന് പറയാം കേട്ടോ. അതുപോലെ ദേശീയബോധത്തിൻ്റെ ആഴവും ആത്മബലിയും പ്രക്ഷോഭത്തിനുള്ള ഇന്ത്യൻ ജനതയുടെ കഴിവും അത് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇത് ക്വിറ്റ് ഇന്ത്യ സമരം. ഈ ഒരു പ്രസ്ഥാനം തുടങ്ങിയതിന് ശേഷം പുനർവിചിന്തനം നടത്തേണ്ടതായ പിന്തിരിയേണ്ടതോ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യം ഒരു പ്രതീക്ഷയേക്കാൾ കൂടുതൽ യാഥാർത്ഥ്യമായത് ഈ ഒരു ക്വിറ്റ് ഇന്ത്യ സമരത്തിലൂടെയാണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ചാപ്റ്ററാണ് ഇന്ത്യയുടെ ഭൂപ്രകൃതി. അപ്പോൾ ജോഗ്രഫിയിൽ വരുന്ന ഒരു ചാപ്റ്ററാണ് കേട്ടോ ഇന്ത്യയുടെ ഭൂപ്രകൃതി. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിവരിക്കുക. ഏഷ്യ ഭൂഖണ്ഡത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ത്യ. പടിഞ്ഞാറ് അറബിക്കടൽ, കിഴക്ക് ബംഗാൾ ഉൾക്കടൽ, തെക്ക് ഇന്ത്യൻ മഹാസമുദ്രം എന്നിവകളാൽ ഇന്ത്യയുടെ 3 വശങ്ങളും ചുറ്റപ്പെട്ടിരിക്കുന്നു. വടക്ക് പടിഞ്ഞാറ് പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും, വടക്ക് ചൈന, ഭൂട്ടാൻ, ടിബറ്റ്,
നേപ്പാൾ എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്നു. ബംഗ്ലാദേശ്, മ്യാൻമാർ കിഴക്ക് അതിർത്തിയിലും ഇന്ത്യ മഹാസമുദ്രത്തിലെ ശ്രീലങ്കയും മാലിദ്വീപും തെക്ക് ഭാഗത്തും സ്ഥിതി ചെയ്യുന്നു. ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള പ്രദേശം 6°4 ഉത്തര അക്ഷാംശ രേഖയിൽ സ്ഥിതി ചെയ്യുന്ന നിക്കോബാർ ദ്വീപിലെ ഇന്ദിര പോയിന്റ് ആണ്. എന്നാൽ ഇന്ത്യൻ വൻകരയുടെ ഏറ്റവും തെക്കുള്ള ഭാഗത്ത് കന്യാകുമാരിയുമാണ്. വിസ്തീർണത്തിൽ ഇന്ത്യക്ക് ലോകരാജ്യങ്ങളിൽ 7ാമത്തെ സ്ഥാനമാണ്. ആകെ 15,200 കിലോമീറ്റർ കരപ്രദേശവും 6,100 കിലോമീറ്റർ തീരപ്രദേശവും ഇന്ത്യക്കുണ്ട്. ഇന്ത്യയുടെ വിസ്തീർണം 3.287 ദശലക്ഷം കിലോമീറ്റർ ആണ്. ലോകത്താകമാനമുള്ള കരപ്രദേശങ്ങളിൽ ഏതാണ്ട് 2.42% ഓക്കെ. അപ്പോൾ ഫസ്റ്റ് തന്നെ വന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഇന്ത്യയുടെ സ്ഥാനവും വിസ്തീർണത്തെ പറ്റി വിവരിക്കാൻ ഒരു ക്വസ്റ്റ്യൻ, ഒരു വെരി ഷോർട്ട് ആൻസറിലൊക്കെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ എന്താണ് പറയുന്നത്? അപ്പോൾ ഇന്ത്യയുടെ ഭൂപ്രകൃതി എങ്ങനെയാണ്? അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് ഏഷ്യൻ ഭൂഖണ്ഡത്തിലാണ്, നമുക്കറിയാം അല്ലേ. ഏഷ്യയിലെ ഭൂഖണ്ഡത്തിൻ്റെ ഒരു ഭാഗമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയുടെ സ്ഥാനം എങ്ങനെയാണ്? പടിഞ്ഞാറ് എന്താണ്? അറബിക്കടലുണ്ട്, കിഴക്ക് ബംഗാൾ ഉൾക്കടലുണ്ട്, തെക്കോ ഇന്ത്യൻ മഹാസമുദ്രം. അപ്പോൾ ഈ ഒരു 3 സമുദ്രങ്ങളാൽ ചുറ്റപ്പെട്ടിട്ടുള്ളൊരു പ്രദേശമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. പിന്നെ ഇന്ത്യയുടെ അതിർത്തി നോക്കാം. ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറ് അല്ലെങ്കിൽ നോർത്ത് വെസ്റ്റ് ഏതൊക്കെയാണ് രാജ്യങ്ങളുള്ളത്? പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ചൈന, ഭൂട്ടാൻ, ടിബറ്റ്, നേപ്പാളൊക്കെയാണ് അതിർത്തി പങ്കിടുന്നത് വടക്ക് പടിഞ്ഞാറ് നോർത്ത് വെസ്റ്റ് ഭാഗത്ത്. കിഴക്ക് ഏതൊക്കെയാണ് സ്ഥലങ്ങളുള്ളത്? ബംഗ്ലാദേശ്, മ്യാൻമാർ ഒക്കെയാണ് ഈസ്റ്റിൽ കിഴക്ക് ഭാഗത്തുള്ളത്. പിന്നെ സൗത്തിലേക്ക് വരുമ്പം നമ്മുടെ ഇന്ത്യൻ മഹാസമുദ്രവും ശ്രീലങ്കയും മാലിദ്വീപും ഒക്കെയാണ് സൗത്തിൽ തെക്ക് വശത്ത് നമ്മൾ അതിർത്തി പങ്കിടുന്നത്. പിന്നെ എന്താണ്? ഇന്ത്യയുടെ തെക്ക് ഭാഗം 6.4 ഉത്തര അക്ഷാംശ രേഖയിൽ സ്ഥിതി ചെയ്യുന്ന നിക്കോബാർ ദ്വീപിലാണ് നമ്മുടെ ഇന്ദിര പോയിന്റ് ഉള്ളത്. പിന്നെ ഇന്ത്യയുടെ ഏറ്റവും തെക്ക് ഭാഗത്ത് എന്താണുള്ളത്? കന്യാകുമാരി. പിന്നെ നമ്മുടെ വിസ്തീർണത്തിൻ്റെ കേസിൽ പറയുകയാണെങ്കിൽ വിസ്തീർണം എത്രയാണ്? ലോകരാജ്യങ്ങളിൽ എത്രാം സ്ഥാനമാണ് ഇന്ത്യക്ക്? 7ാം സ്ഥാനമാണ് വിസ്തീർണത്തിൻ്റെ കാര്യത്തിൽ ഇന്ത്യക്കുള്ളത്. പിന്നെ കരപ്രദേശം എത്ര കിലോമീറ്റർ ആണ്? 15,200 കിലോമീറ്റർ ആണ് നമ്മുടെ കരപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. തീരപ്രദേശം 6,100 കിലോമീറ്ററിലാണ് തീരപ്രദേശം സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിമാലയൻ പർവ്വതനിരകളെ 3ആയി തരംതിരിക്കാം, ഏതെല്ലാം എന്ന് വിശദമാക്കുക. അപ്പോൾ ഹിമാലയൻ പർവ്വതനിരകൾ ഏതൊക്കെയാണ്? വിശാലമായ ഹിമാലയം അഥവാ ഹിമാദ്രിയാണ് ആദ്യത്തെ നമ്മൾ ഹിമാലയൻ പർവ്വതനിരയിൽ വരുന്ന ഒരു പർവ്വതനിരയാണ് ഹിമാദ്രി. ഏറ്റവും വടക്കുഭാഗത്തുള്ള കുന്നുകളും കൊടുമുടികളും ചേർന്ന ഭാഗമാണിത്. ഹിമാദ്രിക്ക് ശരാശരി 6,000 മീറ്റർ ഉയരവും 120 മുതൽ 190 കിലോമീറ്റർ വരെ വീതിയുമുണ്ട്. ഉപരിതലം മഞ്ഞ് മൂടിക്കിടക്കുന്നു. ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളായ എവറസ്റ്റ്, കാഞ്ചൻജംഗ, മക്കാലു, ധൗളഗിരി, നംഗ പർവ്വത് എന്നിവയ്ക്ക് ശരാശരി 6,000 മീറ്ററിൽ കൂടുതൽ പൊക്കമുണ്ട്. ഇതിൽ എവറസ്റ്റ് കൊടുമുടിയാണ് ഏറ്റവും ഉയരമുള്ളത്. 8,848 മീറ്ററാണ് ഉയരമുള്ളത്. ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഹിമാലയത്തിലെ കാഞ്ചൻജംഗയാണ്. ഗംഗാനദിയും ബ്രഹ്മപുത്ര നദിയുടെയും ഉദ്ഭവം ഹിമാലയത്തിൽ നിന്നാണ്. ഓക്കെ, അതാണ് ഹിമാദ്രിയുടെ വിശാലമായ ഹിമാലയം അഥവാ ഹിമാദ്രിയുടെ പ്രത്യേകതകൾ. അപ്പോൾ എന്താണ്? ഏറ്റവും വടക്ക് ഭാഗത്തുള്ള കുന്നുകളും കൊടുമുടികളും ചേർന്ന ഭാഗമാണ് ഹിമാദ്രിക്കുള്ളത്. അതുപോലെ ഹിമാദ്രിയുടെ ശരാശരി എത്ര മീറ്റർ ഉയരമാണ്? 6,000 മീറ്റർ ഉയരവും 120 മുതൽ 190 കിലോമീറ്റർ വീതിയുമാണുള്ളത്. ഉപരിതലം എങ്ങനെയാണ്? മഞ്ഞ് മൂടി കിടക്കുന്നതാണ്. അതുപോലെ ഏതൊക്കെയാണ് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടികളായിട്ടുള്ള ഏതൊക്കെയാണ് ഹിമാദ്രിയിലുള്ളത്? എവറസ്റ്റും കാഞ്ചൻജംഗയും മക്കാലു, ധൗളഗിരി, നംഗ പർവ്വത് എന്നിവയ്ക്കൊക്കെ എത്രയാണ്? ശരാശരി 6,000 മീറ്ററിൽ കൂടുതൽ പൊക്കമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ എവറസ്റ്റ് കൊടുമുടിയാണ് ഏറ്റവും ഉയരമുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ചെറു ഹിമാലയം അഥവാ ഹിമാചലിനെ പറ്റിയിട്ടാണ് പഠിക്കാനുള്ളത്. ഹിമാചലിൻ്റെ പ്രത്യേകത എന്താണ്? ശരാശരി 10,000 മീറ്ററിന് 4,500 മീറ്ററിന് ഇടയിലാണ് ശരാശരി വീതി ഉള്ളത്. 50 കിലോമീറ്ററാണ് വീതി. നീളം എത്രയാണ്? ഉയരം 1000 മീറ്റർ ആണ് കേട്ടോ. ശരാശരി ഉയരം 1000 മീറ്ററും 4,500 മീറ്ററിനും ഇടയിലാണ് ഈ ഒരു ഹിമാചലിനുള്ളത്. അതിൻ്റെ വീതി 50 കിലോമീറ്ററുമാണ്. അപ്പോൾ പീറും പാഞ്ചൽ, ദൗലധാർ, മഹാഭാരതം എന്നിവയാണ് പ്രധാന കുന്നിൻ നിരകൾ അവിടെയുള്ള ഹിമാചലിലുള്ള. പിന്നെ സിംല, ഡൽഹൌസി, ഡാർജിലിംഗ്, ചാക്രത, മുസോറി,
നൈനിറ്റാൾ എന്നിവിടങ്ങളിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ബാഹ്യ ഹിമാലയം അഥവാ ശിവാലിക. അപ്പോൾ ഇതിൻ്റെ ഉന്നത തലങ്ങൾ 900 മുതൽ 1100 മീറ്റർ വരെ ഉയരമുണ്ട്. പൊക്കം കുറഞ്ഞ് ജമ്മു മലകൾ, മിസോ മലകൾ, മിഷിപ്പി മലകൾ തുടങ്ങിയവ ശിവാലിക്കിൻ്റെ ഭാഗങ്ങളാണ്. ശിവാലിക് മുതൽ ചെറു ഹിമാലയം വരെ സ്ഥിതി ചെയ്യുന്ന താഴ്വരകൾ ഡൂൺ എന്ന് ചേർത്ത് ഡെറാഡൂൺ, കൊട്ലിഡൂൺ, പട്ലിഡൂൺ എന്നിങ്ങനെ അറിയപ്പെടുന്നു. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പ്രധാനപ്പെട്ട നദീജല ശുദ്ധീകരണ പ്രവർത്തനങ്ങൾ ഏതെല്ലാം എന്നാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ഏതൊക്കെയാണെന്ന് നോക്കാം. ജലശുദ്ധീകരണ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയിട്ട് നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിരിക്കുന്നത്. ഗംഗ ആക്ഷൻ പ്ലാൻ, ഗ്യാപ്പ്, ദേശീയ ജലസംരക്ഷണ പദ്ധതി, NRCP എന്നിവ ഉദാഹരണങ്ങളാണ്. മഴവെള്ള സംഭരണ മാർഗങ്ങളായ മഴവെള്ള വിളവെടുപ്പുകൾ, റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് നൂതന സംരംഭമാണ്. പിന്നെ മൺസൂൺ കാലഘട്ടത്തിൽ ലഭിക്കുന്ന ജലം മുഴുവൻ സംഭരണികളിലൂടെ നദീതടങ്ങളിൽ തന്നെ സംഭരിക്കുന്നതാണ് മഴവെള്ള വിളവെടുപ്പ് എന്ന് പറയുന്നത്. പിന്നെ രൂക്ഷമായി കൊണ്ടിരിക്കുന്ന നദീജല മലിനീകരണത്തിനെതിരെ പ്രാദേശിക ഗവൺമെൻറ്റുകളും ജനകീയ പ്രസ്ഥാനങ്ങളും ശ്രമിച്ചു വരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട നദീജല ശുദ്ധീകരണ പ്രവർത്തനം. അപ്പം അതിൽ ഗ്യാപ്പ്, ഗംഗ ആക്ഷൻ പ്ലാനും ദേശീയ ജലസംരക്ഷണ പദ്ധതി NRCP ഒക്കെയാണ് ഈ ഒരു ഇതിന് ജലശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്ക് ഉദാഹരണങ്ങളായിട്ട് വരുന്നത് കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഭൂപ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ എത്രയായിട്ട് തരംതിരിക്കാം? അപ്പോൾ പ്രകൃതി സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ 6 വിഭാഗങ്ങളായിട്ടാണ് ഭാഗിക്കാൻ പറ്റുക. ഫസ്റ്റ് വൺ ഉത്തരപർവ്വതനിരകൾ, സെക്കൻഡ് വൺ ഉത്തര സമതല പ്രദേശം, തേർഡ് വൺ ദക്ഷിണേന്ത്യയിലെ അർദ്ധദ്വീപ് പീഠഭൂമി, ഫോർത്ത് വൺ ഇന്ത്യ മരുപ്രദേശം, ഫിഫ്ത്ത് വൺ തീരദേശ സമതലം, സിക്സ് വൺ ദ്വീപുകൾ. അവൻ പ്രകൃതിയുടെ സവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യനെ 6 വിഭാഗങ്ങളായിട്ടാണ് കേട്ടോ വിഭജിക്കാൻ പറ്റുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യ മരുഭൂമിയുടെ പ്രധാന സവിശേഷതകൾ എന്തെല്ലാം എന്നാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യ മരുഭൂമിയുടെ പ്രധാന സവിശേഷത എന്ന് പറയുന്നത്? ആരവലി പർവ്വതനിരകളുടെ പശ്ചിമ അരികിലായിട്ട് ഇന്ത്യ മരുഭൂമി സ്ഥിതി ചെയ്യുന്നു. എവിടെയാണ്? ആരവലി പർവ്വതനിരകളുടെ പശ്ചിമ അരികിലായിട്ടാണ് ഇന്ത്യ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യ മരുഭൂമിനെ നമ്മൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? താർ മരുഭൂമി എന്ന് വിളിക്കുന്നു. വലുപ്പത്തിൽ ലോകത്തിലെ 9ാമത്തെ മരുഭൂമിയാണ് താർ മരുഭൂമി. ഗുജറാത്ത്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളായിട്ടാണ് ഇത് വ്യാപിച്ചു കിടക്കുന്നത്. കാലാവസ്ഥ എങ്ങനെയാണ്? വരണ്ടതും അർദ്ധവരൾച്ചയുമായി അനുഭവപ്പെടുന്നു. ശരാശരി വാർഷിക മഴ 150 മില്ലിമീറ്ററിന് താഴെയാണ് താർ മരുഭൂമിയിൽ കിട്ടുന്നത് കേട്ടോ. ഈ പ്രദേശത്ത് കുറ്റിച്ചെടികളും പ്രത്യേകതരം മുൾച്ചെടികളും മാത്രമാണ് വളരുന്നത്. ഈ പ്രദേശത്തുള്ള പ്രധാന നദി ഏതാണ്? ലൂണിയാണ്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ മരുഭൂമിയുടെ പ്രധാന സവിശേഷത നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷണൽ ക്വസ്റ്റ്യൻ ആയിട്ടോ ഒന്നെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനും പകരം വേറൊരു ക്വസ്റ്റ്യനും തരും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഏതിലെങ്കിലും ഷോർട്ട് ആൻസറിലോ അല്ലെങ്കിൽ ഒരു വെരി ഷോർട്ട് ആൻസറിലൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ പ്രത്യേകതകൾ. അല്ലെങ്കിൽ പിന്നെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ കാണാറുണ്ട്. താർ മരുഭൂമിയുമായിട്ട് ബന്ധപ്പെടാത്തത് അല്ലെങ്കിൽ ബന്ധമില്ലാത്ത ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ ഇത് ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാറുണ്ട്. അപ്പം അല്ലെങ്കിൽ ഇതിൻ്റെ ബന്ധങ്ങൾ എല്ലാം ലിസ്റ്റ് ചെയ്ത് തന്നിട്ട് ഇതിൽ കൂട്ടത്തിൽ പെടാത്തത് എന്താണ് താർ മരുഭൂമിയായിട്ട്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് ടെസ്റ്റ് ചെയ്തിട്ട് ചോദിക്കാറുണ്ട്. അപ്പം ഇത് നിങ്ങൾ എന്തായാലും സവിശേഷത പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ്? ആരവലി പർവ്വതനിരയുടെ പശ്ചിമ അരികിലായിട്ടാണ് താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇന്ത്യൻ മരുഭൂമി അറിയപ്പെടുന്ന പേരാണ് താർ മരുഭൂമി. അപ്പോൾ താർ മരുഭൂമി വലുപ്പത്തിൻ്റെ കാര്യത്തിൽ എത്രാമത്തെ സ്ഥാനമാണ്? 9ാമത്തെ, ലോകത്തിലുള്ള 9ാമത്തെ മരുഭൂമിയാണ് താർ മരുഭൂമി എന്ന് പറയുന്നത് എന്ത് വലുപ്പത്തിൻ്റെ സ്ഥാനത്തിൽ. പിന്നെ അത് എവിടെയാണ്? ഗുജറാത്ത്, രാജസ്ഥാൻ സംസ്ഥാനങ്ങളിലായിട്ടാണ് താർ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? വരണ്ടതും അർദ്ധവരൾച്ചയുമായിട്ട് ആണ് കാലാവസ്ഥ താർ മരുഭൂമിയിൽ അനുഭവപ്പെടുന്നത്. പിന്നെ എന്താണ്? ഈ പ്രദേശത്ത് എന്തൊക്കെയാണ് വളരുന്നത്? കുറ്റിച്ചെടികൾ, ഈ കാക്ടസ് പോലത്തുള്ള മുൾച്ചെടികളും കുറ്റിച്ചെടികളും മാത്രമാണ് അവിടെ വളരുക. പിന്നെന്താണ്? കാലാവസ്ഥ വരണ്ടതാണ്. പിന്നെ ശരാശരി അവിടെ എത്ര മഴയാണ് വാർഷിക മഴ കിട്ടുന്നത്? 150 മില്ലിമീറ്ററിന് താഴെയാണ് താർ മരുഭൂമിയിൽ വാർഷിക മഴ കിട്ടുന്നത്. പിന്നെ ഈ ഒരു പ്രദേശത്തു കൂടെ ഒഴുകുന്ന നദിയുടെ പേരാണ് ലൂണി. ഓക്കെ, ഇനി നമുക്ക് ചാപ്റ്റർ 10 ആണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. കാലാവസ്ഥ. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. കാലാവസ്ഥ എന്നാണ്.
ക്വസ്റ്റ്യൻ 1 നോക്കാം. ഋതുഭേദങ്ങൾ നമ്മുടെ കാർഷിക മേഖലയെ എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് നോക്കാം. ഇന്ത്യ പ്രധാനമായും ഒരു കാർഷിക രാജ്യമാണല്ലേ. ജനങ്ങളുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനമായ കൃഷി സംക്രമണത്തെ ആശ്രയിച്ചാണ്. മൺസൂൺ കാലവർഷത്തിൻ്റെ മുന്നോടിയായിട്ടാണ് ഖാരിഫ് വിളകൾ തുടങ്ങുന്നത്. വിളവെടുക്കുന്നത് എങ്ങനെയാണ്? മൺസൂൺ കാലവർഷത്തിന് ശേഷവുമാണ്. ശൈത്യകാലത്താണ് റാബി വിളവ് ഇറക്കുന്നത്. സെയ്ത് വിളകളാകട്ടെ ശൈത്യകാലത്തിൻ്റെ അവസാനത്തിലും. വെള്ളപ്പൊക്കവും വരൾച്ചയും രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഇന്ത്യയിലെ ഒരു പ്രധാനമായിട്ടും ഉള്ളൊരു ജോലി അല്ലെങ്കിൽ പ്രധാനമായിട്ടും ആളുകൾ ഏർപ്പെട്ടിരുന്നൊരു മേഖല കാർഷിക മേഖലയിലാണ്. അപ്പോൾ ജനങ്ങളുടെ പ്രധാന സാമ്പത്തിക പ്രവർത്തനം നമ്മൾ കൃഷിയായിട്ടാണ്. അപ്പോൾ ഈ ഒരു കൃഷിയിൽ വരുന്ന എല്ലാ ഫ്ലക്ച്വേഷൻസും എല്ലാ പ്രശ്നങ്ങളും അല്ലെങ്കിൽ ആ കാലാവസ്ഥാ മാറ്റങ്ങളും ഒക്കെ എന്താണ് നമ്മുടെ കൃഷിയെയും നമ്മുടെ വരുമാനത്തെയും എല്ലാത്തിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൃഷിയുടെ എങ്ങനെയാണ് സ്കെഡ്യൂൾ ചെയ്തിരിക്കുന്നത്, ഈ ഒരു കൃഷി ചെയ്യുന്നൊരു രീതി, ഏതൊരു സമയത്താണ് വിളവെടുക്കുക, ഏത് സമയത്താണ് വിത്തിറക്കുക. ഇപ്പോൾ വിളവെടുക്കുന്നത് നമ്മുടെ മൺസൂൺ കാലവർഷത്തിന് ശേഷമാണ്. അതുപോലെ കാലവർഷത്തിന് മുന്നോടിയായിട്ടാണ് നമ്മൾ ഖാരിഫ് വിളകളൊക്കെ തുടങ്ങുന്നത്. പിന്നെ ശൈത്യകാലത്താണ് റാബി വിളവ് ഇറക്കുന്നത്. പിന്നെ സെയ്ത് വിളകളും എല്ലാം അങ്ങനെയൊക്കെയാണ് നമ്മൾ ശൈത്യകാലം നമ്മുടെ ഋതുഭേദങ്ങളെ ആശ്രയിച്ചിട്ടാണ് നമ്മൾ ഓരോ വിളകൾ ചെയ്യുന്നത് കേട്ടോ. പിന്നെ ശൈത്യകാലത്തിൻ്റെ അവസാനത്തിലാണ് നമ്മൾ സെയ്ത് വിളകൾ ചെയ്യുന്നത്. പിന്നെ വെള്ളപ്പൊക്കവും വരൾച്ചയും ഒക്കെ എന്താണ് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയെ തടസ്സപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ ഒരു ഋതുഭേദങ്ങൾ നമ്മുടെ കാർഷിക മേഖലയെയും നമ്മുടെ നിത്യജീവിതത്തെയും എല്ലാം ബാധിക്കുന്നുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഇന്ത്യയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നതും കാലാവസ്ഥ മാറ്റത്തിന് കാരണമാകുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങൾ ഏതെല്ലാം എന്നാണ്. ഫസ്റ്റ് വൺ, സ്ഥാനം. ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ ഉയർന്ന താപനിലയായിരിക്കും. എന്നാൽ ധ്രുവപ്രദേശങ്ങളിലേക്ക് നീങ്ങി തുടങ്ങുമ്പോൾ താപനില കുറഞ്ഞുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ കാലാവസ്ഥയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻറ്റാണിത്. നമ്മുടെ ഭൂമധ്യരേഖയോട് നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഭൂമധ്യരേഖയോട് നമ്മൾ സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ എന്താണ് താപനില ഉയർന്നതായിരിക്കും. പക്ഷേ ധ്രുവപ്രദേശങ്ങളിലേക്ക് താപനില കുറഞ്ഞുകൊണ്ടിരിക്കുന്നു നമുക്കറിയാം അല്ലേ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസിൽ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ വരും. താപനില ഭൂമധ്യരേഖയോട് അടുത്ത് സ്ഥിതി ചെയ്യുന്ന പ്രദേശങ്ങളിൽ താപനില ഡാഷ് ആയിരിക്കും എന്നൊരു ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നിങ്ങൾ എന്താണ് ഉയർന്ന താപനിലയായിരിക്കും. എന്നാൽ ധ്രുവപ്രദേശങ്ങളിൽ നീങ്ങുമ്പോൾ താപനില ഡാഷ് ആയിരിക്കും. അവിടെ എന്താ പറയുക, അവിടെ താപനില ധ്രുവപ്രദേശങ്ങളൊക്കെ ചേരുമ്പോൾ കുറവായിരിക്കും. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യനിൽ ചോദിക്കാം ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിൽ. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റൊക്കെ ഓർത്ത് വെക്കാം. നമ്മുടെ രാജ്യം ഉത്തരാർദ്ധഗോളത്തിൽ ഭൂമധ്യരേഖയോട് അടുത്ത് 8 ഡിഗ്രി 4x23.5 ഡിഗ്രിയിൽ സ്ഥിതി ചെയ്യുന്നു. ആയതിനാൽ ഇന്ത്യയുടെ ദക്ഷിണ ഭാഗത്ത് ഉഷ്ണമേഖലാ കാലാവസ്ഥയും ഉത്തരഭാഗത്ത് മിതോഷ്ണ മേഖലാ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളും ആ ഒരു മാറ്റത്തിന് കാരണമാകുന്നത് എന്താണെന്ന് നോക്കണേ. ആ ഒരു മാറ്റത്തിന് കാരണമാകുന്ന ഫസ്റ്റ് വൺ, സമുദ്രത്തിൽ നിന്നുള്ള ദൂരം. ദക്ഷിണേന്ത്യയുടെ ഏതാണ്ട് പകുതി ഭാഗം 3 വശവും സമുദ്രത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്നു. സമുദ്രജലത്തിൻ്റെ സ്വാധീനത്താൽ ദക്ഷിണേന്ത്യയിൽ വേനൽക്കാലത്ത് ഉയർന്ന താപനിലയോ മഞ്ഞുകാലങ്ങളിൽ അതിശൈത്യമോ അനുഭവപ്പെടുന്നില്ല. ഉദാഹരണത്തിന് ഉത്തരേന്ത്യ കടലിൽ നിന്ന് അകലെ സ്ഥിതി ചെയ്യുന്നതിനാൽ കടുത്ത കാലാവസ്ഥയും ദക്ഷിണേന്ത്യ കടലിൻ്റെ സമീപത്തായതിനാൽ മൃദുവായ കാലാവസ്ഥയും അനുഭവപ്പെടുന്നു. അടുത്ത ഘടകം ഉയരം അല്ലെങ്കിൽ പൊക്കം. സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരമാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഉയരം കൂടുന്തോറും താപനിലയിൽ വ്യതിയാനം ഉണ്ടാകുന്നു. ഡി എന്താണ്? മലനിരകൾ. മലനിരകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ഉത്തരഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഹിമാലയൻ പർവ്വതനിരകളുടെ ശരിയായ ഉയരം എത്രയാണ്? 6000 മീറ്ററാണ്. മധ്യേഷ്യയിൽ നിന്നുള്ള ശീതക്കാറ്റിൽ നിന്ന് പർവ്വതനിരകൾ നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നുണ്ട്. മറുഭാഗത്ത് തെക്കു പടിഞ്ഞാറൻ മേഖലകളെ തടഞ്ഞു നിർത്തി ഇന്ത്യയിൽ മഴ ലഭിക്കുന്നതിനും കാരണമാകുന്നു. അതുപോലെ പശ്ചിമഘട്ട മലനിരകൾ മഴമേഘങ്ങളെ തടഞ്ഞു നിർത്തി മലനിരകളുടെ താഴ്വാരങ്ങളിൽ കനത്ത മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. പിന്നെ ഉപരിതല കാറ്റിൻ്റെ ദിശ. ഉപരിതല കാറ്റിൻ്റെ ദിശ എന്ന് പറയുമ്പോൾ വായുപ്രവാഹങ്ങൾ മുഖ്യമായ മൺസൂൺ കാറ്റ്, കരയിലെയും കടലിലെയും വായുപ്രവാഹങ്ങൾ, പ്രാദേശിക വായുപ്രവാഹങ്ങൾ എന്നിവകളാണ്. മഞ്ഞുകാലങ്ങളിൽ കാറ്റ് കരയിൽ നിന്നും കടലിലേക്ക് പ്രവേശിക്കുന്നതിനാൽ അവ വരണ്ടതും തണുത്തതുമായിരിക്കും. എന്നാൽ വേനൽക്കാലങ്ങളിൽ വായുപ്രവാഹം കടലിൽ നിന്നും കരയിലേക്ക് ഉണ്ടാകുന്നു. അവയ്ക്ക് ഈർപ്പം കൂടുതലുള്ളതിനാൽ മിക്ക ഭാഗങ്ങളിലും വ്യാപകമായ തോതിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. പിന്നെന്താണ്? ഉയർന്ന വായുമർദ്ദം. ഉയർന്ന വായുമർദ്ദം എന്ന് പറയുമ്പോൾ
സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ടും 12,000 മീറ്റർ ഉയരത്തിൽ വളരെ ഇടുങ്ങിയ മേഖലകളിലൂടെ അതിശീഘ്രം പായുന്ന വായുപ്രവാഹങ്ങളാണ് ജെറ്റ് സ്ട്രീമുകൾ. അവയോടൊപ്പം പടിഞ്ഞാറൻ പ്രക്ഷുബ്ധ കാറ്റുകൾ ഉണ്ടാകും. ഇത് പ്രക്ഷുബ്ധ കാറ്റുകൾ മെഡിറ്ററേനിയൻ കടലിനടുത്ത് ഉദ്ഭവിച്ച് കിഴക്കോട്ട് നീങ്ങുന്നു. മാർഗമധ്യ പേർഷ്യൻ ഉൾക്കടലിൽ നിന്നും ഈർപ്പം വലിച്ചെടുത്ത് ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്ത് മഴ പെയ്യിക്കുന്നു. ഈ ജെറ്റ് സ്ട്രീമുകൾ വേനൽക്കാലത്ത് വടക്കോട്ട് നീങ്ങി മധ്യേഷ്യയിൽ വീശുന്നു. ഇത് കാലവർഷത്തിൻ്റെ തുടക്കത്തിന് കാരണമാകുന്നു. അപ്പോൾ ഇത്രയും ഘടകങ്ങളാണ് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനമുണ്ട്, അതുപോലെ സമുദ്രത്തിൽ നിന്നുള്ള ദൂരമുണ്ട്, ഉയരം അല്ലെങ്കിൽ പൊക്കമുണ്ട്, മലനിരകളുണ്ട്, ഉപരിതലക്കാറ്റിൻ്റെ ദിശകളുണ്ട്, ഉയർന്ന വായുമർദ്ദം. ഇത്രയും ഘടകങ്ങളാണ് നമ്മുടെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? കാറ്റും അതിൻ്റെ ദിശകളും കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകുന്നത് എപ്രകാരമാണെന്നാണ് ചോദ്യം. എപ്രകാരമാണ്? വായുപ്രവാഹങ്ങൾ മുഖ്യമായും മൺസൂൺ കാറ്റ്, കരയിലെയും കടലിലെയും വായുപ്രവാഹങ്ങൾ, പ്രാദേശിക വായുപ്രവാഹങ്ങൾ എന്നിവകളാണ്. മഞ്ഞുകാലങ്ങളിൽ കാറ്റ് കരയിൽ നിന്നും കടലിലേക്ക് പ്രവഹിക്കുന്നതിനാൽ അവ വരണ്ടതും തണുത്തതുമായിരിക്കും. എന്നാൽ വേനൽക്കാലങ്ങളിൽ വായുപ്രവാഹം കടലിൽ നിന്നും കരയിലേക്ക് ഉണ്ടാകുന്നു. അവയ്ക്ക് ഈർപ്പം കൂടുതലുള്ളതിനാൽ മിക്ക ഭാഗങ്ങളിലും വ്യാപകമായ തോതിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നു. അപ്പോൾ അതാണ് നമ്മുടെ കാറ്റിൻ്റെ അതിൻ്റെ ദിശകളിലും കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകുന്നത്. അപ്പോൾ കാറ്റിൻ്റെ ദിശ എന്താണ്? കാലാവസ്ഥാ മാറ്റത്തിന് കാരണമാകുന്നതാണ്. എന്ന് വെച്ചാൽ എത്ര തരം കാറ്റുകളാണുള്ളത്? മുഖ്യമായിട്ടും മൺസൂൺ കാറ്റും കരയിലെയും കടലിലെയും കാറ്റും കടലിലെയും കരയിലെയും വായുപ്രവാഹങ്ങളും പ്രാദേശിക വായുപ്രവാഹങ്ങളുമാണ് നമുക്ക് നോർമലി വരുന്ന കാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മഞ്ഞുകാലങ്ങളിലൊക്കെ എന്താണ്? കരയിൽ നിന്ന് കടലിലേക്ക് പ്രവേശിക്കുന്നതിനാൽ എന്താണ്? അത് വരണ്ടത് ഡ്രൈ ആയിട്ടുള്ള കാറ്റൊക്കെ, അതുപോലെ തണുത്തതുമായിട്ടുള്ള കാറ്റായിരിക്കും. പക്ഷെ വേനൽക്കാലങ്ങളിൽ നമ്മുടെ വായുപ്രവാഹം കടലിൽ നിന്നും കരയിലേക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൽ ഈർപ്പം കൂടുതലുള്ളതിനാൽ മിക്ക ഭാഗങ്ങളിലും വ്യാപകമായ തോതിൽ മഴ ലഭിക്കുന്നു. അപ്പോൾ ഈ ഒരു കാറ്റിൻ്റെ ദിശ എന്ന് പറയുന്നത് നമ്മുടെ കാലാവസ്ഥ ചേഞ്ച് ചെയ്യാൻ കാരണമാകുന്നൊരു ഘടകമാണെന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഉഷ്ണകാലത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം എന്നാണ്. ഫെബ്രുവരി മാസം അവസാനത്തോടു കൂടിയാണ് താപനില ഉയർന്നു തുടങ്ങുന്നതെന്ന് നമുക്കറിയാം അല്ലേ. അതുകൊണ്ട് മാർച്ച് മാസം മുതൽ മെയ് മാസം വരെ വേനൽക്കാലമാണ്. സമതല പ്രദേശങ്ങളിലും ഇന്ത്യയുടെ പടിഞ്ഞാറ് ഭാഗത്തും ഉപമഹാദ്വീപിൻ്റെ മധ്യഭാഗത്തും ഉയർന്ന താപം അനുഭവപ്പെടും. വടക്കൻ സമതല പ്രദേശങ്ങളിൽ തന്മൂലം ദൈർഘ്യമേറിയ ന്യൂനമർദ്ദം ഉണ്ടാകുന്നു. ഈ പ്രതിഭാസത്തെ കാലവർഷ തോണി, മൺസൂണൽ ട്രോഫ് എന്ന് പറയുന്നു. വേനൽക്കാലത്ത് അതിതീക്ഷ്ണമായ വരണ്ട കാറ്റ് ഉത്തരേന്ത്യൻ സമതല പ്രദേശങ്ങളിൽ വീശുന്നു. ഇവയെ പ്രാദേശികമായി ലൂ അഥവാ ഉഷ്ണക്കാറ്റ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഇത് നമുക്ക് ഒരു ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ ആയിട്ട് ലൂ ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ചൂടുകാറ്റ് ചില അവസരങ്ങളിൽ സൂര്യാഘാതങ്ങൾക്ക് കാരണമാകും. ചില സന്ദർഭങ്ങളിൽ ശക്തമായ കാറ്റും ഇടിമിന്നലോട് കൂടിയ വർഷതാപവും തുടർന്ന് കൊടുങ്കാറ്റും ഉണ്ടാകും. പശ്ചിമ ബംഗാളിൽ ഈ കൊടുങ്കാറ്റിനെ കാൽ വൈശാഖ മാസത്തെ ആപത്ത് എന്ന് വിളിക്കുന്നു. ഓക്കെ, അപ്പോൾ അത്രയും ക്വസ്റ്റ്യൻസാണ് നമ്മൾ ഈ ഒരു 4 ചാപ്റ്ററിലുമായിട്ട് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ സ്പീഡായിട്ട് റീഡ് ചെയ്തതാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ക്ലാസ്സൊക്കെ നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ ഈ ഒരു ഏരിയാസ് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ക്ലാസ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കാണുക കേട്ടോ, എക്സാമിന് പോകുന്നതിന് മുൻപായിട്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ നമുക്ക് ഇന്നത്തെ ക്ലാസ്. ഇനി നമുക്ക് നെക്സ്റ്റ് 4 ചാപ്റ്റർ അടുത്ത വീഡിയോ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.